മുദ്ര ലോൺ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണോ? സബ്സിഡി ലഭിക്കുമോ? പലിശ നൽകേണ്ടതുണ്ടോ? എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ? മുദ്ര ലോൺ സത്യവും മിഥ്യയും. ചെറുകിട ഇടത്തരം സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് മുദ്രാ യോജന. നിർമ്മാണ, സേവന, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ളവയെ വികസിപ്പിക്കുന്നതിനും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതാണ്. റിസർവ് ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ എല്ലാ ബാങ്കുകളിൽ നിന്നും മുദ്രാ ലോൺ ലഭിക്കും. 10 ലക്ഷം രൂപ വരെയാണ് വായ്പ അനുവദിക്കുന്നത്. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 വിധത്തിലാണ് ഇതിൻ്റെ ഫണ്ടിംഗ് ഒരുക്കിയിരിക്കുന്നത്. മറ്റു വായ്പകളെ പോലെ തന്നെ മുദ്രാ വായ്പയ്ക്കും നിശ്ചിത പലിശ ബാങ്കുകൾ ഈടാക്കുന്നുണ്ട്. വളരെ ലളിതമായ ഫോറവും അനുബന്ധ രേഖകളും അപേക്ഷിക്കുന്നതിനാവശ്യമാണ്. ബാങ്കിൻ്റെ ശാഖകളിൽ നിന്നു തന്നെ ഫോം ലഭിക്കും. കൂടാതെ മുദ്രയുടെ വെബ്സൈറ്റ് വഴിയും ഓൺലൈനായും അപേക്ഷിക്കാം. ഈടില്ലാതെ വായ്പ ലഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മുദ്രാ കാർഡും ക്രെഡിറ്റ് ഗ്യാരണ്ടിയുമാണ് ഇതിൻ്റെ മറ്റൊരു ആകർഷണം. വായ്പ അനുവദിക്കുന്നതിനനുസരിച്ച് റുപ്പേ കാർഡ് ആണ് വായ്പക്കാരന് നൽകുന്നത്. വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടും സ്ഥിരതാമസം തെളിയിക്കുന്ന രേഖകളും ഭാവി ബാലൻസ് ഷീറ്റും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. മുദ്രാ വായ്പകൾക്ക് പ്രത്യേകിച്ച് സബ്സിഡികൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റു വകുപ്പുകൾ നൽകി വരുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ അപേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇന്ന് ട്രെൻഡ് ഫോക്കസിൽ നമ്മോടൊപ്പം അതിഥിയായിത്തീരിക്കുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസർ മിസ്റ്റർ ശ്രീനാഥ് ഇന്ദുചൂടനാണ്. വെൽക്കം ടു ദി ഷോ സർ. ശരിക്കും ഈ മുദ്രാ ലോണിനെ പറ്റി സാധാരണക്കാർക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മുദ്രാ ലോണുകളെ പറ്റി ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് മുദ്രാ ലോൺ? മുദ്രാ വായ്പ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ വരെ സ്വയം സംരംഭകർക്ക് വായ്പ കൊടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഏപ്രിൽ 2015 ലോഞ്ച് ചെയ്ത ഒരു പദ്ധതിയാണ്. മുദ്രാ ബാങ്കിലൂടെയാണ് ഇത് കൊടുക്കുന്നത്. മുദ്രാ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, മുദ്രാ ബാങ്കിൽ നിന്നും ആർക്കും മുദ്രാ വായ്പ ലഭിക്കില്ല. ഇത് റീഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ഈ മുദ്രാ ബാങ്ക് എന്ന് പറയുന്നത്. ഈ മുദ്രാ ബാങ്ക് ചെയ്യുന്നത് മറ്റു പബ്ലിക് സെക്ടർ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഇതിൽ നിന്നൊക്കെ കൊടുക്കുന്ന മുദ്രാ വായ്പയ്ക്ക് റീഫിനാൻസ് ഈ മുദ്രാ ബാങ്ക് കൊടുക്കും. ഈ മുദ്രാ വായ്പ എന്ന് പറയുന്നത് ശരിക്കും 10 ലക്ഷം രൂപ വരെ ഉള്ള വായ്പകൾക്കാണ് മുദ്രാ സ്കീമിൽ എലിജിബിലിറ്റി വരുന്നത്. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 സ്കീമുകളിലായിട്ടാണ് മുദ്രാ വായ്പ കൊടുക്കുന്നത്. കൊളാട്രൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈടൊന്നും ഇല്ലാതെ വായ്പ ലഭിക്കുന്നതിനായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് മുദ്രാ വായ്പ. MSME ആണ് ഏറ്റവും കൂടുതലായി ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. MSME ഗ്രോത്ത്, MSME ഡെവലപ്മെൻറ്റ്. MSME നമ്മൾ നേരത്തെ പല എപ്പിസോഡുകളിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, സ്വയം സംരംഭകർ തുടങ്ങുന്ന മൈക്രോ, സ്മോൾ, മീഡിയം സംരംഭങ്ങൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. ഈ സാധാരണ വായ്പയും മുദ്രാ വായ്പയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുദ്രാ വായ്പ എന്ന് പറയുന്നതിന് കൊളാട്രൽ സെക്യൂരിറ്റി നിർബന്ധമല്ല, ഈട് നിർബന്ധമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സ്വയം സംരംഭകൻ ഒരു സംരംഭം തുടങ്ങാൻ ആലോചിച്ചതിന് ശേഷം, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യം വേണ്ടി വരുന്നത് ഫണ്ടാണ്. ഈ ഫണ്ട് പല മേഖലകളിൽ നിന്നും നമ്മൾ സ്വരുക്കൂട്ടാറുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ നോക്കും, ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് അതുപോലുള്ള സംരംഭങ്ങളിൽ നമ്മൾ പോകും. പണം പലിശയ്ക്ക് എടുക്കുന്ന ഏർപ്പാടുണ്ട്, അല്ലെങ്കിൽ ബാങ്കുകളെ സമീപിക്കാറുണ്ട്. അപ്പോൾ പല സമയങ്ങളിലും ഈ സ്വയം സംരംഭകർക്ക് കൃത്യമായി വായ്പ ലഭിക്കാത്ത ഒരു സാഹചര്യം ഭാരതത്തിൽ നിലനിൽക്കുന്നു. അങ്ങനെ വായ്പ ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും MSME ഗ്രോത്ത് കുറയും. MSME ഗ്രോത്ത് കുറയുമ്പോൾ രാജ്യത്തിൻ്റെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഭയങ്കരമായി കുറയുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ വളർച്ചയെ തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 10 ലക്ഷം രൂപ വരെയുള്ള സ്വയം സംരംഭകർക്ക് സംരംഭം തുടങ്ങാനായി ഒരു വായ്പയ്ക്ക് വേണ്ടി ഒരു ബാങ്കിനെ സമീപിക്കുമ്പോൾ ഈടില്ല അല്ലെങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള കാരണത്താൽ വായ്പ റിജക്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുദ്രാ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുദ്രാ വായ്പയും മറ്റ് വായ്പയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഈ കൊളാട്രൽ സെക്യൂരിറ്റി മാൻഡേറ്ററി അല്ല, ഈട് നിർബന്ധമല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറഞ്ഞു, ശിശു, കിഷോർ, തരുൺ തുടങ്ങി 3 മേഖലകളിലാണ് ഈ വായ്പ ലഭിക്കുന്നത്. 50,000 രൂപ വരെ, 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ, 5 ലക്ഷത്തിന് മുകളിൽ, ഇങ്ങനെയാണ് ഈ വായ്പകൾ തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സാധാരണഗതിയിലെ എല്ലാ ബാങ്കുകളും നമ്മൾ മുദ്രാ വായ്പ അല്ലാതെ മറ്റ് വായ്പ എടുക്കാൻ പോയാലും 1 ലക്ഷത്തിന് മുകളിൽ ഏത് വായ്പയ്ക്കാണെങ്കിലും കൊളാട്രൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഈട് ചോദിക്കാറുണ്ട്. അങ്ങനെ ഈട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലാൻഡഡ് പ്രോപ്പർട്ടി, വീട്, സ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമേർഷ്യൽ പ്രോപ്പർട്ടി, ഒരു കെട്ടിടം, ഫ്ലാറ്റ്, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രമാണം ഈട് വെച്ചതിന് ശേഷം മാത്രമേ ഈ വായ്പ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഈട് വെക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ സാഹചര്യങ്ങളില്ലാത്ത സ്വയം സംരംഭകർക്ക് വായ്പ ലഭിക്കുന്നതിനായിട്ടാണ് ഈ മുദ്രാ വായ്പ പ്രയോജനപ്പെടുത്തേണ്ടത്. ഈ മുദ്രാ ലോൺ ഏതൊക്കെ ബാങ്കുകളിൽ നിന്നാണ് ലഭിക്കുന്നത്?
തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുദ്രാ ബാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ആ മുദ്രാ ബാങ്ക് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. മുദ്രാ ബാങ്കിൽ നിന്നും ഒരാൾക്കും മുദ്രാ വായ്പ ലഭിക്കുകയില്ല. മുദ്രാ ബാങ്ക് ഒരു റീഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അപ്പോൾ ഈ മുദ്രാ വായ്പ എവിടെ നിന്നാണ് സാധാരണക്കാർക്ക് ലഭിക്കുന്നത്? നമ്മൾ സാധാരണ വായ്പ എടുക്കാൻ പോകുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുദ്രാ വായ്പ ലഭിക്കും. നാഷണലൈസ്ഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്കുകൾ. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ ബാങ്കുകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങി, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങി ഒരു 10-18ഓളം പൊതുമേഖലാ ബാങ്കുകളുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്. ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കാണ് നമ്മുടെ കേരളത്തിൻ്റെ റീജിയണൽ റൂറൽ ബാങ്ക്. അതുപോലെ കേരള ഗ്രാമീൺ ബാങ്ക്. ഇതുപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രാ വായ്പ ലഭിക്കും. മുദ്രാ വായ്പ ഒരു കേന്ദ്ര സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് RBIക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രാ വായ്പ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശരിക്കും ഈ മുദ്രാ ലോൺസിനെ പറ്റി കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബാങ്കിൽ ഏത് സമയത്തും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടണം, അതുപോലെ തന്നെ അത് നമ്മുടെ അവകാശമാണ് എന്നൊരു ധാരണയാണ് എല്ലാവർക്കും. ശരിക്കും എന്താണ്? നമ്മൾ ഈ മുദ്രാ വായ്പയെക്കുറിച്ച് പറയുമ്പോൾ മുദ്രാ വായ്പ എന്നുള്ള ആ ഒരു ആംഗിളിൽ നിന്ന് മാത്രമല്ല, ഏത് വായ്പയാണെങ്കിലും അർഹതപ്പെട്ടവർക്ക് എല്ലാം ഒരു അവകാശം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു നോക്കുമ്പോൾ ഇത് നമ്മുടെ അവകാശമാണ്. എങ്കിലും നേരത്തെ ശില്പ പറഞ്ഞതുപോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ മുദ്രാ വായ്പയെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. മുദ്രാ വായ്പ ഏതൊരു ബാങ്കിൽ ചെന്ന് ചോദിച്ചാലും അത് ഉടൻ തന്നെ കിട്ടണം. മുദ്രാ വായ്പ ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ല, അത് റിജക്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു വായ്പയാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളാണ് പൊതുവേ ഈ പൊതുസമൂഹത്തിനിടയിൽ പടരുന്നത്. സാധാരണ വായ്പ കൊടുക്കുന്നത് പോലെ തന്നെയാണ് മുദ്രാ വായ്പയും ബാങ്ക് പ്രോസസ്സ് ചെയ്യുന്നത്. ഇതെല്ലാം പൊതുജനങ്ങളുടെ പൈസയാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ ഈ വായ്പകൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ മാനദണ്ഡങ്ങളെന്ന് പറയുന്നത് ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും ആ സംരംഭകന് താൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭത്തെക്കുറിച്ചുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. ആ കാഴ്ചപ്പാട് വളരെ വ്യക്തമായി സുതാര്യമായ രീതിയിൽ കൃത്യമായ കണക്കുകളോടുകൂടി പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് ബാങ്കിനെ ധരിപ്പിക്കേണ്ടതാണ്. ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ബാങ്ക് മാനേജർക്ക് ഈ വായ്പ തരണമോ വേണ്ടയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അത് മുദ്രാ വായ്പയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു സ്വയം സംരംഭക വായ്പയാണെങ്കിലും ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, വളരെ ലാഘവത്തോടുകൂടി മുദ്രാ വായ്പ വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബാങ്കിലെത്തുന്ന ഒരു സംരംഭകൻ്റെ കയ്യിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം പല സമയത്തും കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരിക്കലും മുദ്രാ വായ്പ എന്നല്ല ഒരു വായ്പയും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അടിസ്ഥാന രേഖയുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വായ്പയെക്കുറിച്ച് സംസാരിക്കാനെങ്കിലും പറ്റുകയുള്ളൂ. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് ഏറ്റവും അത്യാവശ്യമാണ്. ഇതുകൂടാതെ മറ്റെന്തൊക്കെയാണ് ഈ അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം, ഓരോ സംരംഭങ്ങൾക്കും ഓരോ നിയമമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആക്ടിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അതിനൊരു ഔട്ട്ലെറ്റ് നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആക്ടിൽ കൃത്യമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത് രജിസ്റ്റർ ചെയ്യുന്നത് LSGD, ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ്. പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ പഞ്ചായത്തും, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ ഓഫീസും, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ ഓഫീസും ഒക്കെയാണ് ഇതിൻ്റെ അധികാരപ്പെട്ടവർ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ലൈസൻസിങ് എന്നാണ് ഈ പ്രക്രിയയെ പറയുന്നത്. ഏതൊരു സംരംഭകനും ആദ്യം ഈ സംരംഭത്തിനൊരു ലൈസൻസ് കോർപ്പറേഷനിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കടമ്പ. ഈ ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ സംരംഭം തുടങ്ങാൻ ഏത് സ്ഥലത്താണോ സംരംഭം തുടങ്ങാൻ ആലോചിക്കുന്നത് ആ സ്ഥലം ഒന്നുകിൽ നിങ്ങളുടെ സ്വന്തം പേരിലായിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായ വാടക ചീട്ടോ ലീസ് ഡീഡോ പ്രകാരം അതിൽ പ്രവർത്തിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപയോഗിച്ച് ഒരു ലൈസൻസ് നമ്മൾ നേടിയിരിക്കണം. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് മറ്റ് അതോറിറ്റിയുടെ ലൈസൻസുകളിലേക്കാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയാണ്, അത് കാരണം നിങ്ങൾക്ക് അവിടുത്തെ അന്തരീക്ഷം മലിനമാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുഴയും ഒക്കെ മലിനമാകാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ പൊല്യൂഷൻ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വളരെ കമ്പൽസറിയാണ്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ നിങ്ങളൊരു ബേക്കറിയാണ് തുടങ്ങുന്നത്, ഒരു ഹോട്ടലാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു തട്ടുകടയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനമാണ് തുടങ്ങുന്നത്, അവിടെയെല്ലാം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഫുഡ് സേഫ്റ്റിയുടെ. ഈ ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ തുകയ്ക്ക്, അല്ലെങ്കിൽ ഒരു 50,000 രൂപയ്ക്കോ 1,00,000 രൂപയ്ക്കോ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ വേണോ എന്ന് സ്വാഭാവികമായിട്ടും ഉപഭോക്താക്കൾ ആശ്ചര്യപ്പെടാറുണ്ട്. ഇതൊന്നും ബാങ്കിൻ്റെ മാനദണ്ഡം മാത്രമല്ല, ഇത് കേരളത്തിലെ ഏതൊരു സ്ഥാപനത്തിനും കൃത്യമായും ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡമാണ്. അത് സർക്കാർ നിയമപ്രകാരം നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ.
അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇനി ഇപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്, സാധാരണ ഈ വാടക ചീട്ടോ ലൈസൻസോ ഒക്കെ വേണമെന്ന് പറയാറുണ്ട്. ചില സംരംഭങ്ങൾക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല, ഫുഡ് സേഫ്റ്റിയുടെ ആവശ്യമില്ല, ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത്, ബാങ്ക് പറയുന്നത് ആധാർ ഉദ്യോഗ ആധാറാക്കി കൺവേർട്ട് ചെയ്യാൻ പറയും. ഇത് വളരെ എളുപ്പം നടക്കും. ഒരു സംരംഭകൻ്റെ ആധാർ കാർഡ്, അത് ആധാർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ആധാർ നമ്പർ ഉപയോഗിച്ച് ഉദ്യോഗ ആധാർ ജനറേറ്റ് ചെയ്യാം. കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം, കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന നിയമപ്രകാരം ഉദ്യോഗ ആധാർ വാലിഡ് ആയിട്ടുള്ളൊരു രേഖയാണ്. ആ രേഖയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാം. ലോൺ വായ്പ അപേക്ഷ സമർപ്പിക്കുന്നതിനായും നിങ്ങൾക്ക് ആ രേഖ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മുദ്രാ വായ്പ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ റിജക്ഷനെ കുറിച്ചും നമ്മൾ പറയണം. ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് വായ്പ ലഭിക്കാത്ത സാഹചര്യം? നിങ്ങൾ കൊണ്ടുവരുന്ന പ്രോജക്റ്റ് റിപ്പോർട്ട്, അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം പ്രൊഡക്ഷൻ കൃത്യമായി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. കൃത്യമായ ലൈസൻസോ രേഖകളോ നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക. ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയത് കൊട്ടേഷൻ. നമ്മൾ ബാങ്ക് ഒരിക്കലും ഒരു വായ്പയും ഉപഭോക്താവിന് അല്ലെങ്കിൽ സംരംഭകർക്ക് നേരിട്ട് കാശായി തരികയില്ല. കാരണം ബാങ്കിൻ്റെ ഏറ്റവും വലിയ ചുമതലകളിൽ ഒന്നാണ് ഈ സംരംഭം തുടങ്ങുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതിനെ ഡൈവേർഷൻ ഓഫ് ഫണ്ട്സ് ഒഴിവാക്കുക എന്ന് പറയും. ആ ഫണ്ട് ദുർവിനിയോഗം ചെയ്യാതിരിക്കുക. അതിനുവേണ്ടി ബാങ്ക് എന്തെല്ലാം സാധനങ്ങളാണോ ആവശ്യമുള്ളത് ഈ സംരംഭത്തിന് അത് വാങ്ങിച്ചു തരിക. ഒരു കട ഫർണിഷ് ചെയ്യുകയാണെങ്കിൽ അത് ഫർണിഷ് ചെയ്ത് തരിക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ വേണ്ടിയുള്ള കൊട്ടേഷൻസ് കൃത്യമായി നമ്മൾ വാങ്ങിക്കും. ഈ കൊട്ടേഷൻ പ്രകാരം ആരാണോ ഇതിൻ്റെ സർവീസ് പ്രൊവൈഡർ, അവർക്ക് ഡീലർ, അവർക്കാണ് ഇതിൻ്റെ DD അല്ലെങ്കിൽ ക്യാഷ് നമ്മൾ കൊടുക്കുക. അവരുടെ അടുത്തുനിന്ന് സാധനം നമ്മൾ കടയിലേക്ക് വരുന്നു, ബില്ല് ബാങ്കിൽ സമർപ്പിക്കുന്നു. ഇത്രയും പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ മുദ്രാ വായ്പ മറ്റ് വായ്പകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്നും ഇത് നമുക്ക് എപ്പോഴും ഇതൊന്നും ഈ പ്രക്രിയകളൊന്നും കൂടാതെ ലഭിക്കുന്നൊരു വായ്പയാണെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അതൊരിക്കലും ശരിയല്ല. മുദ്രാ വായ്പയ്ക്കും ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ പറഞ്ഞത് വെച്ച് ശരിക്കും ഈ മുദ്രാ വായ്പയും സാധാരണ വായ്പയും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് ശരിക്കും പ്രതിഫലിക്കുന്നത്? നമ്മൾ സാധാരണ ഒരു വായ്പയും മുദ്രാ വായ്പയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സാധാരണ വായ്പയ്ക്ക് കൊളാട്രൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈട് ആ ബാങ്ക് ആവശ്യപ്പെടുമ്പോൾ മുദ്രാ വായ്പയ്ക്ക് അതേസമയം ഈട് ആവശ്യമില്ല. 10 ലക്ഷം രൂപ വരെയാണ് മുദ്രാ വായ്പ കൊടുക്കുന്നത്. മുദ്രാ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തിയും ഇതിൻ്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മളൊരു സംരംഭം തുടങ്ങാനായി ഒരു വ്യക്തി ബാങ്കിനെ സമീപിക്കുമ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈടില്ല എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തെ മടക്കി അയക്കുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ കുടുംബ വ്യവസ്ഥിതി പ്രകാരം 20-21 വയസ്സാവുമ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു ഭൂസ്വത്തും ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. അച്ഛനമ്മമാരുടെ പേരിലായിരിക്കും ഈ ഭൂസ്വത്ത്, അവരെഴുതി കൊടുക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സംരംഭകൻ എന്ന് പറയുന്നത് ആരാണ്? 21-22 വയസ്സുള്ള ഒരാളാണ് സംരംഭകനായി മാറേണ്ടത്. അപ്പം അദ്ദേഹമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയോ പുരുഷനോ ആണ് ബാങ്കിൽ സമീപിക്കുന്നത്. ഈ 21-22 വയസ്സ് കാലയളവിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ, ആ വ്യക്തിയുടെ പേരിൽ യാതൊരു തരത്തിലുള്ള ഭൂസ്വത്തും ഇല്ല എന്നിരിക്കെ ആ ഭൂസ്വത്ത് ഉണ്ടെങ്കിലേ വായ്പ ലഭിക്കൂ എന്ന് പറയുമ്പോൾ ഒരു സംരംഭത്തെ അവസാനിപ്പിക്കാൻ ആ ഒരൊറ്റ നിർദ്ദേശം മതിയായിരുന്നു. എന്നാൽ ഈ മുദ്രാ സ്കീമിൽ സാധാരണ വായ്പയിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത് ഈ ഒരു ഘടകത്തിൽ മാത്രമാണ്. നിങ്ങളുടെ വായ്പ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുന്ന തരത്തിൽ നിയമങ്ങൾ പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈട് കൊടുക്കാൻ ഭൂമിയില്ല, അല്ലെങ്കിൽ വീടില്ല, വസ്തുവില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളുടെ വായ്പ നിഷേധിക്കപ്പെടുകയില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം. ഈ മുദ്രാ ലോണിന് സബ്സിഡി ഉണ്ട്, അതുപോലെ തന്നെ പലിശ ഇല്ല, പലിശ കുറവാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ശരിക്കും എന്താണ് സത്യാവസ്ഥ? ഈ നമ്മൾ നേരത്തെ പറഞ്ഞ തെറ്റിദ്ധാരണകളിൽ പെടുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണിത്. ഒരിക്കലും ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സബ്സിഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇല്ല എന്ന് ഓപ്പണായി കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മുദ്രാ വായ്പ തന്നെ കൊടുക്കുമ്പോൾ ഒരുപാട് ഏജൻസികൾ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ, PMEGP പ്രോഗ്രാം ഉണ്ട്, പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, PMEGP പ്രോഗ്രാം വഴിയൊക്കെ സബ്സിഡികൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കോർപ്പറേഷൻ വഴി സബ്സിഡികൾ ലഭിക്കാം. ഇതുപോലെയുള്ള ഒരുപാട് ഏജൻസികൾ വഴി സബ്സിഡി ലഭിക്കാം. അതുകൊണ്ട് തന്നെ മുദ്രാ വായ്പയിൽ സബ്സിഡി ലഭിക്കില്ല എന്നുള്ള കാര്യം വളരെ അച്ചട്ടായി നമുക്ക് പറയാൻ സാധിക്കില്ല. ലഭിക്കാം, ലഭിക്കാതിരിക്കാം. എങ്കിലും മുദ്രാ സ്കീം പ്രകാരം ഒരു സബ്സിഡി ലഭിക്കും എന്ന് പറയുന്നത് തെറ്റാണ്. മുദ്രാ സ്കീമിൽ യാതൊരു തരത്തിലുള്ള സബ്സിഡിയെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള പലിശ സബ്സിഡിയെക്കുറിച്ചോ കൺസെഷനെക്കുറിച്ചോ മുദ്രയിൽ പ്രതിപാദിച്ചിട്ടില്ല. മുദ്രാ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം ഏത് ബാങ്കിലാണോ ഈ സ്കീം അപേക്ഷിക്കപ്പെടുന്നത് ആ ബാങ്കിൻ്റെ ബേസ് റേറ്റ് അല്ലെങ്കിൽ
മാർജിനൽ കോസ്റ്റ് ലെൻഡിങ് റേറ്റ് MCLR പ്രകാരം ആ ബാങ്ക് ചാർജ് ചെയ്യുന്നത് എത്ര പലിശയാണോ ആ പലിശ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ വായ്പയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മുദ്രാ വായ്പയ്ക്ക് പലിശ കൂടാനേ സാധ്യതയുള്ളൂ. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഏതൊരു വായ്പയുടെയും പലിശ നിശ്ചയിക്കുന്നത് റേറ്റിംഗ് എന്നൊരു പ്രക്രിയയിൽ കൂടെയാണ്. റേറ്റിംഗ് ചെയ്യുമ്പോൾ 100 മാർക്കിലായിരിക്കും ആ റേറ്റിംഗ് നടത്തുന്നത്. പല ബാങ്കിലും വ്യത്യസ്തമായ അളവുകോലാണ്. എങ്കിലും ഒരു 100 മാർക്കിന് റേറ്റിംഗ് നടത്തുമ്പോൾ 10ഓ 20ഓ മാർക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈടിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മുദ്രാ വായ്പയിൽ ഈടില്ലല്ലോ, സ്വാഭാവികമായിട്ടും ഈടുണ്ടാവില്ല. അപ്പോൾ ഈ 20 മാർക്ക് കുറയുന്നു. 20 മാർക്ക് കുറയുമ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഫസ്റ്റ് റാങ്കിൽ നിന്നും സെക്കൻഡിലേക്കോ തേർഡിലേക്കോ മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ പലിശ 0.5%, 1% കണ്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് റേറ്റിംഗിൽ ഈ പ്രോജക്റ്റ് താഴെ വരികയും അങ്ങനെ പലിശ കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ PMMY സ്കീമിൽ മുദ്രാ ബാങ്കിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബാങ്ക് ഇത് കൊടുക്കുന്നത്? മുദ്രാ ലോണ് കിട്ടാക്കടമായി കഴിഞ്ഞാൽ അതിൻ്റെ 45-50% മുദ്രാ ബാങ്ക് ഇവർക്ക് കൊടുക്കും. അത് ഈ കിട്ടാക്കടമായ ആളുകളിൽ നിന്നും റിക്കവർ ചെയ്ത് ബാങ്ക് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ളതാണ് മാനദണ്ഡം. അങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ ഇതിന് ഈ പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ അംഗമാകാൻ വേണ്ടി എല്ലാ വർഷവും ഒരു നിശ്ചിത തുക ഈ പറയുന്ന ലോണ് എടുക്കുന്നത് ആരാണോ അദ്ദേഹം ഈ PMMY മുദ്രാ ബാങ്കിന് അടയ്ക്കണം. ഈ എമൗണ്ടും കൂടെ എടുത്തു നോക്കുകയാണെങ്കിൽ സാധാരണ വായ്പകളെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 1% മുതൽ 2% വരെ വായ്പയ്ക്ക് പലിശ കൂടാനാണ് സാധ്യത, ഒരിക്കലും കുറയാനുള്ള സാധ്യത ഇല്ല. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.